ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാം. ഒരു 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി സിനിമയിലേക്ക് മടങ്ങി വരുന്നു. ചെന്നൈ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലെത്തി. പേട്രിയോട്ട് എന്നുള്ള സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലുമായി അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മഹേഷ് നാരായണനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. അത് കഴിഞ്ഞാൽ അദ്ദേഹം UK പോകുമെന്ന് പറയുന്നു മമ്മൂട്ടി. എന്തായാലും അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു ഇന്ന്. അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചു, സന്തോഷകരമായ സംഭവമല്ലേ ഇന്ന്? അദ്ദേഹം വളരെ സന്തോഷവാനാണ്. ഇന്ന് മാത്രം മമ്മൂക്ക നല്ല പ്രസന്നനായി കാണുകയും ചെയ്തു ശബ്ദത്തിലൊക്കെ തന്നെ. അപ്പോൾ മമ്മൂക്കയുടെ മടങ്ങിവരവ് മലയാളികളൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വെൽ ഡൺ. താങ്ക് യു മമ്മൂക്ക. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വളരെ അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് പ്രൈം ടൈം ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിലെ എണ്ണൂർ തെർമൽ പവർ പ്ലാന്റിലെ നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഒരു അപകടം ഉണ്ടായി. 9 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 10ലധികം ആൾക്കാർക്ക് പരിക്കേറ്റുവെന്നും വാർത്ത. നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ലോകം കൊണ്ടുള്ള ഫ്രെയിം തകർന്നു വീണാണ് ഈ അപകടം ഉണ്ടായത്. ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി മുഹമ്മദ് റഗീസ് ചേരുകയാണ്. റഗീസ്, കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ അപകടത്തിൻ്റെ? ഇന്ന് വൈകിട്ട് ഏതാണ്ട് 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അതായത് എണ്ണൂർ തെർമൽ പവർ പ്ലാന്റിൽ അതിൻ്റെ നവീകരണ പരിപാടികളൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ഫ്രെയിം അവിടെ ഉണ്ടായിരുന്നു. ആ ഫ്രെയിം തകർന്നു വീണിട്ടാണ്, ലോഹം കൊണ്ടുള്ള ആ ഫ്രെയിം തകർന്നു വീണ്. ഇത് വലിയ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്രെയിമാണ്. അത്തരത്തിലുള്ള ഫ്രെയിം തകർന്നു വീണിട്ടാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ട് 9 തൊഴിലാളികൾ നിലവിൽ മരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതിനപ്പുറത്തേക്ക് 10 പേർ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. അതായത് സാരമായി പരിക്കേറ്റവർ വേറെയുണ്ട്. ഇത് ആരോഗ്യനിലയെ തന്നെ ബാധിച്ചേക്കാവുന്ന തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ, അതീവ ഗുരുതരാവസ്ഥയിൽ 9 പേർ ചികിത്സയിലാണ്. അപ്പോൾ അങ്ങനെ 5:50 കൂടി ഒരു അപകടം ഉണ്ടാകുന്നു. അതിനുശേഷം ഇവിടെ ഈ ഫ്രെയിമിന് താഴെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്കാണ് ഈ ഫ്രെയിം പതിക്കുന്നത്. ആ ഫ്രെയിമിന് മുകളിലിരുന്നും ആളുകൾ ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെയും താഴേക്ക് വീഴുന്നു. ഈ ഫ്രെയിം വീണ് പലരുടെയും തലയ്ക്കാണ് ഈ ഫ്രെയിം വീണത്. അതിൽ 5 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബാക്കി 4 പേർ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരിച്ചതെന്നും പറയുന്നു. ഇവരെ ഇവിടുത്തെ ചെന്നൈ സ്റ്റാൻലി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ വെച്ച് 4 പേർ മരിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5 പേർ മരിച്ചു. ഈ അപകടമുണ്ടായതിനു പിന്നാലെ അവിടെ ഈ പവർ പ്ലാന്റിലേക്കുള്ള ആ ഒരു വഴി തന്നെ അടയ്ക്കുകയും ഗേറ്റുകൾ പൂട്ടുകയും പിന്നീട് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയമാണ്. ഷിഫ്റ്റ് അനുസരിച്ച് പോലും അവിടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെർമൽ പവർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം മാർച്ചിലൊക്കെ നടത്താനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടുതൽ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്തു വരികയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവരൊക്കെയും ഈ അസം, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വദേശികളാണെന്നാണ് പറയുന്നത്. തമിഴ്നാട് സ്വദേശികളാരും തന്നെ ഇല്ല എന്നുള്ള വിവരമുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള അടക്കമുള്ള ആളുകൾ അവിടെ ഇല്ല. ഇതിനുള്ളിൽ തന്നെ നിരവധി മലയാളികളും ജോലി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ നിരവധി പ്രവർത്തികൾ അവിടെ നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഈ കൂറ്റൻ ഈ നിർമ്മിതി അത്തരത്തിൽ തകർന്നു വീണ് അതിനടിയിൽപ്പെട്ടിട്ടാണ് ആളുകൾ മരിച്ചത്. നിരവധി പേർക്ക് കാലുകൾ അറ്റുപോവുകയും കൈകൾ അറ്റുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന ഒരു ദൃക്സാക്ഷി അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞിരുന്നു. പലരുടെയും തലയിൽ വീണ് തലയൊക്കെയും ചിതറിപ്പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ്. അതിൽ 9 പേർ മരിച്ചിരിക്കുന്നു. 10 പേരുടെ നില അതീവ ഗുരുതരമാണ്. SKN. ഓക്കെ, റഗീസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 9 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. സങ്കടകരമായ വാർത്ത തന്നെയാണ്. ഒരു 3 ദിവസം ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഫ്ലോറിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ദുബായിൽ നടന്ന അക്കാവിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ പൊന്നോണക്കാഴ്ച എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാൻ പോയത്. അപ്പോൾ അത് ഇന്ന് എത്തിയതേ ഉള്ളൂ.
അപ്പോൾ നേരെ ഞാൻ പ്രൈം ടൈം അവതരിപ്പിക്കാനായി ഫ്ലോറിലേക്ക് വന്നു. ഒരുപാട് പ്രേക്ഷകർ ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ടു എന്നുള്ളത് സന്തോഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക സിനിമാ ലൊക്കേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. പേട്രിയോട്ട് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് മലയാളത്തിൻ്റെ മഹാനടൻ പുറപ്പെട്ടത്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഹൈദരാബാദിൽ എത്തിയത്. ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി സിനിമാ ലൊക്കേഷനിലേക്ക് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് സ്വയം കാറിൽ ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലെത്തി. കാത്തുനിന്നവരെ കൈവീശി കാണിച്ച എയർപോർട്ടിനുള്ളിലേക്ക്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിന്റെ ബാക്കി ചിത്രീകരണത്തിൽ മമ്മൂട്ടി ഭാഗമാകും. ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിന് ശേഷം UK-യിലെ ചിത്രീകരണത്തിന് വേണ്ടി ലണ്ടനിലേക്ക് പുറപ്പെടും. ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയറ്റ്. 24 ചെന്നൈ. എന്തായാലും മമ്മൂക്കയോട് സംസാരിക്കാൻ പറ്റി. അത് വളരെ സന്തോഷവാനായി കണ്ടു. അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു 7 മാസത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക ലൊക്കേഷനിലേക്ക് എത്തുന്നത്. മഹേഷ് നാരായണൻ്റെ സിനിമയാണ് പാട്രിയോട്ട്. ആ സിനിമയിൽ മോഹൻലാലിനൊപ്പം അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ആരോഗ്യവും നമ്മൾ നേരുകയും ചെയ്യുന്നു. കാര്യം മമ്മൂക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിമാനമാണ് മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹം വളരെ സജീവമായിട്ട് സിനിമാ രംഗത്തുണ്ടെന്ന് പറയുന്നതാണ് നമുക്ക് സന്തോഷമുള്ള കാര്യം. ഇനി നമുക്ക് ചെന്നൈയിലേക്ക് വീണ്ടും. കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചന ആരോപിച്ച TVK അധ്യക്ഷൻ വിജയ് രംഗത്ത് വന്നു. മറ്റൊരിടത്തും ഉണ്ടാകാത്ത അപകടം എങ്ങനെ കരൂരിലുണ്ടായി എന്ന ഒരു വീഡിയോയിലൂടെ ഇന്ന് വിജയ് ചോദിച്ചു. വിജയ്ക്ക് മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടാണ് വേഗം കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങിയതെന്ന് DMK MP കനിമൊഴി ആരോപിച്ചു. ദുരന്തത്തിൽ മനം നൊന്ത് TVK ഭാരവാഹി ഇന്ന് ആത്മഹത്യ ചെയ്ത് മറ്റൊരു വാർത്തയായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും BJP പ്രതിനിധി സംഘവും കരൂർ സന്ദർശിച്ചിരുന്നു. இந்த மாதிரி எதுவுமே நடக்கல. ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது, எப்படி நடக்குது? மக்களுக்கு எல்லா உண்மையும் தெரியும். மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க. சீக்கிரமே എല്ലാ ഉണ്മകളും വെളിയിൽ വരും. അപകടമുണ്ടായി 2.5 ദിവസത്തിന് ശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ഗൂഢാലോചനയുണ്ടായെന്ന വിജയുടെ ആരോപണം. DMK നേതാവ് സെന്തിൽ ബാലാജിയെ ചോദ്യമുനയിൽ നിർത്തുന്ന തരത്തിലായിരുന്നു പ്രതികരണം. സത്യം പുറത്തുവരും. അപകടത്തിൽ തന്നെ പഴിക്കാമെന്നും പ്രവർത്തകരെ വേട്ടയാടരുതെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് അഭ്യർത്ഥന. CM സാർ, உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேலே கை வைக்காதீங்க. മനസാക്ഷിയില്ലാത്തതുകൊണ്ടാണ് വിജയ് അപകടശേഷം വേഗം ചെന്നൈയിലേക്ക് മടങ്ങിയതെന്ന് DMK MP കനിമൊഴി വിമർശിച്ചു. Any responsible leader should not leave. And even if you've left, you should make sure at least your party functionaries are there, because people came to see you. അതിനിടെ അപകടത്തിൽ മനംനൊന്ത് വിഴുപ്പുറത്തെ TVK ബ്രാഞ്ച് സെക്രട്ടറി V. അയ്യപ്പൻ ആത്മഹത്യ ചെയ്തു. അപകടത്തിന് പിന്നിൽ DMK നേതാവ് സെന്തിൽ ബാലാജിയാണെന്ന് ആരോപിക്കുന്ന കുറിപ്പും പോലീസ് കണ്ടെത്തി. പ്രതിഷേധം കടുത്തതോടെ യുവാക്കൾ തെരുവിലിറങ്ങി സർക്കാരിനെ താഴെയിറക്കുമെന്ന പ്രകോപനപരമായ എക്സ്പോസ്റ്റ് TVK നേതാവ് ആദവ് അർജുന പിൻവലിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും BJPയുടെ പ്രതിനിധി സംഘവും കരൂർ സന്ദർശിച്ചു. മുഹമ്മദ് റഹീസ്, 24 കരൂർ. കരൂർ ദുരന്തത്തിൽ 2 TVK പ്രവർത്തകർ റിമാൻഡിലായി. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗൻരാജ് എന്നിവരെയാണ് കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസ് പരിഗണിക്കവേ TVKയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. 1 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദത്തിൽ പലതവണ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഏറ്റുമുട്ടി. സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത് പോലീസാണെന്നും പോലീസ് വീഴ്ചയാണ് അപകട കാരണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. എന്നാൽ പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ TVKയോട് കോടതി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. വിജയെ കാണാൻ പാർട്ടിക്കാരല്ലാത്തവരും വരുമെന്ന് അറിഞ്ഞുകൂടെയെന്നും 10,000 പേർ വരുമെന്ന് പിന്നെ എങ്ങനെ കണക്കാക്കിയെന്നും കോടതി ചോദിച്ചു. വാദത്തിനൊടുവിൽ മതിയഴകനെയും പൗൻരാജിനെയും ഒക്ടോബർ 14 വരെ റിമാൻഡ് ചെയ്തു. കരൂർ ദുരന്തത്തിൽ സമൂഹമാധ്യമങ്ങളുടെ വ്യാജപ്രചാരണം നടത്തിയ കേസിൽ മറ്റു 3 പേരെയും റിമാൻഡ് ചെയ്തു. 2 TVK പ്രവർത്തകരെയും 1 BJP പ്രവർത്തകനെയുമാണ് റിമാൻഡ് ചെയ്തത്. 30-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. 24 കരൂർ.
മോഹനൻ ചോദിക്കുന്നു, എസ് കെക്ക് ഇന്ന് വലിയ സന്തോഷമാണ്, അത് ഫ്ലോറിൽ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം എന്ന് പറയുന്നു. മനുഷ്യനല്ലേ, എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷം മാത്രം നിൽക്കാൻ പറ്റുമോ? സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. BJP സംസ്ഥാന സെല്ലുകളുടെ ചുമതലക്കാരുടെ ഗ്രൂപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായി. BJPയുടെ 20 സെല്ലുകളുടെയും സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ ഒരു ഗ്രൂപ്പിലാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനം വന്നത്. പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്ന് അംഗങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റ് 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഒഫീഷ്യലായി സാധ്യതയുള്ളതാണോ? ഇപ്പോൾ ഈ സംസ്ഥാന സെല്ലുകളുണ്ടോ? സംസ്ഥാന ഓഫീസ് സെക്രട്ടറി എങ്കിലും ഒരു അഭിപ്രായം നൽകിയാൽ നല്ലതായിരുന്നു. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരമെങ്കിൽ ഇപ്പോൾ ആരാണ് ചുമതലക്കാരൻ എന്ന് പറയണം. BJP ആയിട്ട് ബന്ധപ്പെട്ട ഈ സംസ്ഥാനത്ത് എത്തുന്ന രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ വിമർശനമുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ഈ വാട്സപ്പ് ചാറ്റ് ചോർന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതികരണം എന്തെങ്കിലും നമുക്ക് ലഭിച്ചോ? എസ് കെ പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 6 മാസമാകുന്നു രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട്. 6 മാസമായതിനു ശേഷം വളരെ വൈകിയാണ് സംസ്ഥാന സമിതി തന്നെ പുനഃസംഘടിപ്പിച്ചത്. 163 അംഗ സംസ്ഥാന സമിതി പുനഃസംഘടിപ്പിച്ചിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. BJPയെ സംബന്ധിച്ച് വിവിധ സെല്ലുകളുടെ പ്രവർത്തനവും BJP സംസ്ഥാനത്ത് നടത്തുന്നുണ്ടായിരുന്നു. അതുവഴിയും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്റലക്ച്വൽ സെല്ല്, കൾച്ചറൽ സെല്ല്, പ്രൊഫഷണൽ സെല്ല്, ലീഗൽ, ട്രേഡേഴ്സ്, പരിസ്ഥിതി സെല്ല് തുടങ്ങി 20ഓളം സെല്ലുകൾ BJPയുടെ അനുബന്ധ സംഘടനകളായി അല്ലെങ്കിൽ ബഹുജന സംഘടനകളായി അങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു സംസ്ഥാനത്ത്. ഇതിൽ ഈ സെല്ലുകളെ ഒന്നും പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാരണത്താലാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ BJP സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. BJPയുടെ 20 സെല്ലുകളുടെയും സംസ്ഥാന കൺവീനർമാരും കോ കൺവീനർമാരും അടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് വിമർശനം. അതായത് ആ ഗ്രൂപ്പിൽ ഒരു വിവരവും ലഭിക്കുന്നില്ലെന്നും എന്തുകൊണ്ടാണിതെന്നും ഓഫീസ് സെക്രട്ടറി എങ്കിലും പറയണമെന്നും ട്രേഡേഴ്സ് സെൽ കൺവീനർ ശൈലേന്ദ്രനാഥ് ആ ഗ്രൂപ്പിൽ ആവശ്യപ്പെടുന്നു. യെസ് ഓർ നോ മറുപടിയെങ്കിലും തരണമെന്ന് പരിസ്ഥിതി സെൽ കൺവീനർ CM ജോയ് ആ ഗ്രൂപ്പിൽ തന്നെ തൊട്ടു താഴെ പറഞ്ഞിരിക്കുന്നു. മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് പരാജയപ്പെട്ടെന്ന് കൾച്ചറൽ സെൽ കോ കൺവീനർ സുജിത് സുന്ദർ വിമർശിക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. ഒരു തവണ പോലും സംസ്ഥാന അധ്യക്ഷൻ സെല്ലുകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചില്ല. ഇങ്ങനെ പോയാൽ 5 പൈസയുടെ ഗുണമില്ലാതെ നിങ്ങൾ താഴേക്ക് പോകുമെന്ന അവസ്ഥയുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖറിനെ സുജിത് സുന്ദർ വിമർശിക്കുകയാണ്. അതായത് രൂക്ഷ വിമർശനം സംസ്ഥാന അധ്യക്ഷനെതിരെ ഉണ്ടാകുന്നു. ഈ BJPയുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ചാറ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായി കാര്യമായി പുറത്തേക്ക് പോവുകയാണ്. സ്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഈ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ചാറ്റുകളും പുറത്തുവിട്ടിരുന്നത്. അതിലും ഒരു തർക്കം ഉടലെടുത്ത വിവരം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഭിന്നത ഇങ്ങനെ കാര്യമായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ സെല്ലുകളുടെ BJP വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സംസ്ഥാന അധ്യക്ഷനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന സെൽ പുനഃസംഘടിപ്പിക്കാത്തതിലുള്ള വിമർശനവും അതിനുള്ള എതിർപ്പുമാണ് അംഗങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ തന്നെ ആ ഗ്രൂപ്പിൽ അറിയിച്ചിരിക്കുന്നത്. സ്കേൻ ഓക്കെ, താങ്ക് യു. നമ്മൾ വന്നതിലുള്ള സന്തോഷമൊക്കെ പല ആൾക്കാരും പ്രകടിപ്പിക്കുന്ന സന്തോഷം. ജെയ്സൺ ജോർജ് പറയുന്നു, കോട്ടിപ്പോൾ SKN ഒരു ഗമയാ. എന്ത് ഗമ? 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ UPA സർക്കാർ തിരിച്ചടിക്ക് മുതിർന്നില്ലെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി P. ചിദംബരം. രാജ്യാന്തര തലത്തിലുള്ള സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാടുമാണ് സൈനിക നടപടി സ്വീകരിക്കാത്തതിന് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. സാധ്യമായ തിരിച്ചടിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയിരുന്നെന്നും P. ചിദംബരം വെളിപ്പെടുത്തി. അജീഷ് ജയകുമാർ ചേരുകയാണ്, ഡൽഹിയിൽ നിന്നും ചേരുന്നു. അജീഷ്, ആഭ്യന്തരമന്ത്രി ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഈ സാഹചര്യത്തിൽ നടത്താൻ എന്താണ് കാരണം? മുൻ ആഭ്യന്തരമന്ത്രി, നോട്ട് നൗ. SKN ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ആയിരുന്ന P. ചിദംബരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ആ സിന്ദൂറിന് ശേഷം രാജ്യത്ത് ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയെ പറ്റിയാണ്. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്തവർക്ക് അതിൽ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ഇന്ത്യക്കായി അതിന് ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ തുടങ്ങിയതായിരുന്നു അന്ന് ഉയർന്നു വന്ന ചർച്ചകൾ. UPA സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു തുടങ്ങിയ വാദങ്ങളായിരുന്നു അന്ന് BJP ഹാൻഡിലുകളിൽ നിന്ന് ഉയർന്നു വന്നത്. മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ അറ്റാക്ക് ആയിരുന്നു 2008 നടന്നത്. 160 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണമായിരുന്നു അന്ന് നടന്നത്. സ്വാഭാവികമായിട്ടും അന്ന് UPA സർക്കാർ ഭരിക്കുമ്പോൾ അന്ന് പാകിസ്ഥാനെതിരെ ഒരു നടപടിയും എടുത്തില്ലെന്നുള്ളൊരു വിമർശനവും ആക്ഷേപവും ഒക്കെ BJP ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് P. ചിദംബരത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അന്ന് ഈ ഭീകരാക്രമണം നടന്ന 2 ദിവസം കഴിഞ്ഞാണ് താൻ ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഈ പാകിസ്ഥാന് തക്കതായ
തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കണമെന്ന് താൻ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിട്ടും പ്രതിരോധ മന്ത്രിയുമായിട്ടുമൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ രാജ്യാന്തര തലത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം അന്ന് ഉണ്ടായി എന്നാണ് പി ചിദംബരം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. USA സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിൽ നേരിട്ടെത്തി, പല രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇന്ത്യയിൽ നേരിട്ടെത്തി ഒരു യുദ്ധത്തിന് തുടക്കമിടരുത് എന്ന് അഭ്യർത്ഥിച്ചു. മാത്രമല്ല അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നിലപാട് മയപ്പെടുത്തുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് ഈ പാകിസ്ഥാന് തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാത്തത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പി ചിദംബരം നടത്തിയിരിക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തലാണ് മുൻ ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന പി ചിദംബരത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം. പ്രതികൾ പരോളിലിറങ്ങുന്നത് ഈ പ്രദേശത്തെ ക്രമസമാധാന നില തന്നെ തകർക്കുമെന്ന് ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ 24-നോട് പറഞ്ഞു. പ്രതികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. കേസിൽ കോടതി വെറുതെ വിട്ടവരുടെ നേതൃത്വത്തിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സത്യനാരായണൻ വെളിപ്പെടുത്തി. 24 പ്രൈം ടൈം വാർത്തയുമായി അരുൺ പാറയ്ക്കൽ ചേരും. അതിനുമുമ്പ് ചില പ്രതികരണം. ഇവർ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഇവിടെ കുഴപ്പങ്ങൾ ചെറിയ തോതിലല്ല വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന ഈ പ്രവൃത്തി. സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ക്രിമിനലുകളെ പുറത്തുവിടുന്ന ഒരു സംഭവം അത് നാടിന് ആപത്താണ്. ഈ നിയമവിരുദ്ധമായി ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് എതിരെ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും. അതേ നമുക്കതിന് ചെയ്യാൻ പറ്റും. വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അത് നമ്മൾക്ക് മാത്രമല്ല, നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ദുരന്തമായിട്ടാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ തന്നെ കാണുന്നില്ലേ, പോലീസ് സെക്യൂരിറ്റി കൂട്ടി. കാരണം ഇവരെ പുറത്തു വിടുമ്പോൾ തന്നെ ഈ നാടിൻ്റെ സ്ഥിതി മനസ്സിലായി. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കൂട്ടത്തോടെ പരോൾ അനുവദിച്ചതിൽ എന്തെങ്കിലും സർക്കാരിൻ്റെ അഭീതമായ ഇടപെടലുണ്ടെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്? SKN ഗുഡ് ഈവനിങ്. SKN, ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ ഒന്നാം പ്രതി A. പീതാംബരനും പരോൾ ലഭിച്ചത്. ഇന്നാണിപ്പോൾ A. പീതാംബരൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിയത്. A. പീതാംബരന് 1 മാസത്തേക്ക് പരോൾ അനുവദിച്ചിരുന്നു. വീട്ടിൽ കുടുംബത്തിലുള്ളവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പരോളിനായി A. പീതാംബരൻ കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിന് തുടർച്ചയെന്നോണം 7-ാം പ്രതിക്കും 7-ാം പ്രതി A. അശ്വിനും ഈ പരോൾ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2-ാം പ്രതി സജി സി ജോർജിന് പരോൾ അനുവദിച്ചിരുന്നു. 5-ാം പ്രതി ഗിജിൻ ഗംഗാധരനും 15-ാം പ്രതി ജിഷ്ണു സുരയും പരോളിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ, അതായത് കല്യോട്ട് മേഖലയിൽ ഒരു സംഘർഷം നടന്നിരുന്നു. അത് ഈ കോടതി വെറുതെ വിട്ട പ്രതികളും ഇതിലെ ഒരു സാക്ഷിയും തമ്മിലായിരുന്നു. ഇങ്ങനെ സാക്ഷികളെ പേടിപ്പിക്കാനും അതുപോലെ തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഈ കോടതി വെറുതെ വിട്ട ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന നേരത്തെ തന്നെ ഒരു ആരോപണം നിലനിൽക്കുകയാണ് ഇന്നലെ വൈകിട്ട് പ്രദേശത്തൊരു സംഘർഷവും വാക്കുതർക്കവും ഒക്കെ നടന്നത്. കല്യോട്ട് മേഖലയിൽ ഇപ്പോൾ പോലീസിന്റെ കാവൽ അത് ശക്തമാക്കിയിട്ട് സുരക്ഷ ശക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20ഓളം വരുന്ന പോലീസ് സംഘമാണ് അവിടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സത്യനാരായണൻ പറയുന്നത് ഇങ്ങനെ പ്രതികൾക്ക് നിരന്തരമായി പരോൾ നൽകുകയാണെങ്കിൽ അത് പ്രദേശത്തെ ക്രമസമാധാന നിലയെ ബാധിക്കുമെന്നാണ്. ഒപ്പം ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഈ പ്രതികൾ ശ്രമിക്കുന്നുണ്ട്. പ്രതികളും അതുപോലെ തന്നെ പുറത്തുള്ളവരുമൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബവുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഇരുവരും പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്. എന്തായാലും ഈ പ്രതികൾക്ക് ഇങ്ങനെ പരോൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. അരുൺ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കഞ്ചാവ് കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് എറണാകുളം ഹിൽ പാലസ് പോലീസ്. തൃപ്പൂണിത്തുറ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, വിവരങ്ങൾ. ഈ വർഷം ഏപ്രിൽ 28-ാം തീയതിയാണ് വേടനെയും സുഹൃത്തുക്കളെയും വേടൻ താമസിച്ചിരുന്ന വൈറ്റ്ലയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി പിടികൂടുന്നത്. ഹിൽ പാലസ് പോലീസാണ് പിടികൂടിയത്. 9 പ്രതികൾ ആ കേസിലുണ്ടായിരുന്നു, വേടനടക്കം. അതിലാണ് ഇപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നതിൽ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നാലെയാണ് വേടന്റെ വനംവകുപ്പ് കേസൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും വേടനൊരു വിവാദങ്ങളിൽ
കുറ്റങ്ങളിലേക്ക് പെടുന്നതൊക്കെ ഇതിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. അതിൽ കൃത്യമായി അന്വേഷിച്ച് ഒരു കുറ്റപത്രം ഇപ്പോൾ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പുറത്തു വന്ന വേടൻ, ഈ കേസിന്റെ അറസ്റ്റിനൊക്കെ ശേഷം പുറത്തു വന്ന വേടൻ ഇനി താൻ ലഹരി ഉപയോഗിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ റാപ്പ് ഷോയിലൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കേസാണ് അതിനെല്ലാം ആസ്പദമായത്. എന്തായാലും ആ കേസ് വളരെ കൃത്യമായി തന്നെ അന്വേഷിച്ച് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. TV ചാനൽ ചർച്ചയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ BJP നേതാവ് പ്രിന്റു മഹാദേവ് പോലീസിൽ കീഴടങ്ങിയെന്ന വാർത്ത. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. പ്രിന്റു മഹാദേവിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനായിട്ട് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ പ്രൈം ടൈമിൽ ചേരുന്നു. അമൽ, വിശദാംശങ്ങൾ. SKN ഇന്ന് 7:30 കൂടിയാണ് പിന്റു മഹാദേവൻ BJP നേതാക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ പേരാമംഗലം സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കും, സ്വമേധയാ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പിന്റു മഹാദേവന് വേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണം ഉണ്ടായിരുന്നു, തിരച്ചിലുണ്ടായിരുന്നു. ഈ പോലീസിന്റെ ഈ ഒരു അന്വേഷണം ഫലവത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലടക്കം ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ചും VD സതീശനും സ്പീക്കറും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോലും കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇരിക്കെയാണ് പോലീസിന്റെ വലിയ രീതിയിലുള്ള അന്വേഷണം ഊർജിതമാവുകയും പ്രിന്റു മഹാദേവന്റെ മലപ്പുറത്തുള്ള വീടുകളിലേക്ക് അടക്കം പോലീസ് സംഘം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി BJP നേതാക്കൾക്കൊപ്പം പേരാമംഗലം സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു. കീഴടങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താനൊരു സ്കൂൾ മാഷാണ്, ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല, സത്യം ജയിക്കും, സത്യമേവ ജയതേ എന്നൊരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. പക്ഷേ ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി ഈ ഒരു പ്രിന്റു മഹാദേവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ദേശീയ തലത്തിൽ അടക്കം കോൺഗ്രസ് BJPക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് പ്രിന്റു മഹാദേവന്റെ പേരാമംഗലത്തുള്ള വീട്ടിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധ മാർച്ച് അടക്കം ഉണ്ടായിരുന്നു. ജലപീരങ്കി അടക്കം പ്രയോഗിച്ച ഈ ഒരു പ്രതിഷേധ മാർച്ച് അല്പം ഒന്ന് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ പ്രിന്റു മഹാദേവൻ പേരാമംഗലം സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഏതായാലും BJP CPM കൂട്ടുകെട്ട് ഉണ്ട് എന്നൊരു ആരോപണവും നിലനിൽക്കുമ്പോഴാണ് പോലീസിന് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും പ്രിന്റു മഹാദേവൻ BJP നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. SKN. ഓക്കെ, താങ്ക് യു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഷീല ജനാർദ്ദൻ പറയുന്നു, താങ്കൾ 2 ദിവസമായി സുഖമില്ലാതെ കിടക്കുന്നു ഞാൻ അറിഞ്ഞു. എൻ്റെ അമ്മോ, ഞാൻ ദുബായിൽ പോയതാണ്. അവിടെ ഒരു പൊന്നോണ കാഴ്ചയിൽ പങ്കെടുക്കാനാണ് പോയത്. എന്തായാലും ഈ പരിപാടി നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ നമുക്ക് മോർണിംഗ് ഷോയിൽ ഈ പരിപാടിയുടെ ചില ശകലങ്ങൾ ഉൾപ്പെടുത്താം. അവർ അക്കാഫ് എന്ന സംഘടനയായിരുന്നു ഈ ഓണാഘോഷം സംഘടിപ്പിച്ച്, ഫ്ലവേഴ്സുമായി ചേർന്നായിരുന്നു ഇത് സംഘടിപ്പിച്ച്. ആ ഉത്സാഹ കമ്മിറ്റിയിലേക്ക് ഞാനും പോയതാണ്. പ്രൈം ടൈം തുടരുകയാണ്. തമിഴ്നാട് നീലഗിരിയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. നെല്ലാക്കോട്ടയിൽ ആണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വാർത്ത വരുന്നത്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ സുർജിത്ത്. നെല്ലാക്കോട്ട എന്ന് പറയുന്ന പ്രദേശം നീലഗിരി ജില്ലയുടെ ഭാഗമായ പ്രദേശമാണ്. തമിഴ്നാട്ടിലാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന പ്രശ്നമുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിന്റെ വാർത്ത വരുന്നത്. അതായത് രാജേഷ് എന്നയാൾക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഓട്ടോറിക്ഷയിൽ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കാട്ടാന പാഞ്ഞെടുത്ത് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അതീവ ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ജനപ്രതിനിധികളടക്കം അവിടേക്ക് എത്തുന്നതേയുള്ളൂ. തോട്ടം മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരത്തിൽ വന്യജീവികൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് നെല്ലാക്കോട്ടെ. പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഇറങ്ങുന്ന അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിന്റെ വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ഇദ്ദേഹത്തിന്റെ പരിക്ക് അതീവ ഗുരുതരം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിൽ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ബഹളം വെച്ചു. നിസ്സാര സംഭവമെന്നും അടിയന്തര സ്വഭാവമില്ലെന്നും ചൂണ്ടിക്കാണിച്ച് സ്പീക്കർ നോട്ടീസ് നിരാകരിച്ചതാണ് പ്രതിപക്ഷത്തെ ഏറെ ചൊടിപ്പിച്ചത്. സ്പീക്കറുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് നേരെ വെടിയുതിർക്കുമെന്ന് ചാനൽ ചർച്ചയിൽ പ്രതികരിച്ച BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ചർച്ച ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നൽകിയ നോട്ടീസ് സ്പീക്കർ നിരാകരിച്ചു.
ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ഇതോടെ സഭയുടെ നടുത്തളത്തിലേക്കിറങ്ങിയ പ്രതിപക്ഷം ബഹളം വെച്ചു. സംഭവത്തെക്കുറിച്ച് സ്പീക്കർ നടത്തിയ പരാമർശമായിരുന്നു പ്രകോപനം. ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളതാണ്. സാർ, അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. എന്നിട്ടും സ്പീക്കർ വഴങ്ങിയില്ല. അങ്ങേപ്പോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും, പക്ഷേ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചയ്ക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഇതോടെ ഡയസിന് മുന്നിൽ ബാൻ ഉയർത്തിയും സ്പീക്കറുടെ അടുത്തേക്ക് കയറാൻ ശ്രമിച്ചും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. ഇടയ്ക്ക് വാച്ചന്മാരുമായി ബലപ്രയോഗവും നടന്നു. 26-ന് രാത്രി നടന്ന സംഭവം ഗൗരവമുള്ള വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ ഉന്നയിച്ചില്ല എന്ന ചോദ്യമുയർത്തി ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 29-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. പ്രതിപക്ഷ ബഹളത്തിന് അയവില്ലെന്ന് കണ്ടതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിച്ചു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും ഒക്ടോബർ 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം പ്രകടനമായി കവാടത്തിലേക്ക് വന്നു. രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ BJP നേതാവിനെ സംരക്ഷിക്കുകയാണ്. ഇത് BJPയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിയത് അഭാസ്യ നാടകമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും വിമർശിച്ചു. 24 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ NSS നേതൃത്വം. NSSന് ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനം വളരെ വ്യക്തിപരമാണ്. NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമൊന്നുമില്ലെന്നും G. സുകുമാരൻ നായർ തുറന്നു പറഞ്ഞു. സമുദായ നേതാക്കളെ സന്ദർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് പറഞ്ഞു. ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിന് പിന്നാലെ NSS നേതൃത്വവുമായുള്ള പ്രശ്നപരിഹാര ശ്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. PJ കുര്യൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർക്ക് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കണ്ടത്. പെരുന്നയിലെത്തിയവരോട് രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് G. സുകുമാരൻ നായർ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശരിദൂര നിലപാടാണ് എടുത്തത്. രാഷ്ട്രീയത്തിൽ സമദൂരം തുടരും. BJP നേതാക്കൾ സന്ദർശനത്തിന് വരുന്നതിനെപ്പറ്റി അറിയില്ല. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ NSS വിരുദ്ധരും രാഷ്ട്രീയ മുതലെടുപ്പുകാരുമാണ്. അതിനെ അവഗണിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും G. സുകുമാരൻ നായർ 24-നോട് പറഞ്ഞു. അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാരും ആണ്, ചാനലുകാരുമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണ്. ഈ BJP നേതാക്കൾ വരുന്നുണ്ട് എന്നൊരു കഥ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ സാറിന്റെ അനുവാദം ചോദിച്ചിട്ട് വല്ലതും ആണോ വരുന്നത്, അതോ BJP? ഞാൻ ആരെയും കണ്ടില്ല. ഇല്ല. അരമണിക്കൂറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ G. സുകുമാരൻ നായരുമായി ചർച്ച നടത്തിയത്. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. NSSുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ G. സുകുമാരൻ നായരെ കണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്, വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നുകൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുടേത് സ്വകാര്യ സന്ദർശനങ്ങളാണെന്നും ഇതിനായി പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല. അനുനയത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് MP സുകുമാരൻ നായരെ കണ്ടു. പെരുന്നയിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അതിനിടെ G. സുകുമാരൻ നായർക്കെതിരെ ഇന്നും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. തിരുവനന്തപുരം ശ്രീവരാഹത്ത് സുകുമാരൻ നായരെ അനുകൂലിച്ചായിരുന്നു ഫ്ലക്സ്. 24 കോട്ടയം. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ തിരുവനന്തപുരം അമരവിളയിൽ പ്രതിഷേധമുണ്ടായി. ഫ്ലക്സ് സ്ഥാപിച്ച് നാമജപ പ്രതിഷേധം നടത്തി കരയോഗം അംഗങ്ങൾ. ആ ദൃശ്യം ആദ്യം ഒന്ന് കാണാം നമുക്ക്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുകയാണ്. അലക്സ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇവരുടെ പ്രതിഷേധം ഇത്തിരി കടുത്തോ?
എസ്കാൻ, ഈ റൂറൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ റൂറൽ മേഖല, നെയ്യാറ്റിൻകര മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്നലെയൊക്കെയായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇതിൽ അവരെ ചൊടിപ്പിച്ചത് NSS സർക്കാരിനൊപ്പം, ഇടതുപാളയത്തിനൊപ്പം ചേരുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചതാണ് ഈ NSS അംഗങ്ങളെ ചൊടിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്താ ഇപ്പോൾ ഈ അല്പം മുമ്പ് രാത്രിയിലും നെയ്യാറ്റിൻകര അമരവളയിൽ ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. ജി സുകുമാരൻ നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സമുദായ വഞ്ചകൻ എന്ന ഫ്ലെക്സാണ് അംഗങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ അമരവിളം ദേവേശ്വരം കരയോഗത്തിലെ അംഗങ്ങളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കരയോഗ ഓഫീസിന് മുന്നിൽ ഇവർ നാമജപ പ്രതിഷേധവും സംഘടിപ്പിച്ചു. അതായത് ശബരിമല ശാസ്താവിനെ അവഹേളിക്കാൻ ശ്രമിച്ചവരുമായി കൂട്ടുകൂടുന്നു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സ്ഥാനമൊഴിയുക എന്നും ഈ സമുദായ അംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ പ്രതിഷേധം അങ്ങനെ തുടരുന്നു. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അമരവിളയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം നടന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ സർക്കാർ സേവനങ്ങൾ സ്തംഭിക്കാൻ സാധ്യത. പ്രവർത്തന ചെലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പിക്കാനുള്ള നീക്കത്തിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് ഏതാണ്ട് അർദ്ധരാത്രിയോടെ സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുമെന്നാണ് മധു കൊട്ടാരക്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. താൽക്കാലിക ഫണ്ടിങ്ങുള്ള ബിൽ ഇന്ന് വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കും. ഡെമോക്രാറ്റുകളുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ സർക്കാർ സേവനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നിലച്ചു പോകുമെന്നാണ് അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മധു കൊട്ടാരക്കർ അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. സർക്കാർ സേവനങ്ങളുടെ ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും ഒരു സമവായത്തിലെത്തുവാൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അതുപോലെ ഡെമോക്രാറ്റ്സും തമ്മിൽ നടക്കുന്നില്ല. ഇന്ന് സെനറ്റിൽ ഒരു താൽക്കാലിക ഫണ്ടിങ്ങിനായിട്ടുള്ള ടെമ്പററി ഫണ്ടിങ്ങിനുള്ള ബില്ല് വീണ്ടും അവതരിപ്പിക്കും. പക്ഷേ 7 സെനറ്റർമാരുടെ പിന്തുണ ട്രംപ് ഭരണകൂടത്തിന് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ ബില്ല് പാസ്സാകുവാൻ. ഒബാമ കെയർ, ആരോഗ്യ മേഖലയിലെ ഒരു പ്രധാനമായിട്ടുള്ള ഈ ഒബാമ കെയറുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റിക്സ് അംഗങ്ങൾ കടുംപിടുത്തം പിടിച്ചതാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ സമവായത്തിലെത്തുവാൻ സാധിക്കാതെ പോയത്. 50 വർഷത്തെ അമേരിക്കയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതേ സാഹചര്യത്തിലൂടെ, അതായത് ഈ അടച്ചുപൂട്ടലിലേക്ക് 21 പ്രാവശ്യം പോയിട്ടുണ്ട്. ജോർജ് ബുഷിന്റെ 8 വർഷം നീണ്ട കാലയളവിൽ മാത്രമാണ് ഒരു അടച്ചുപൂട്ടലും നേരിടാതെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ റെയ്ഗന്റെ സമയത്ത് ഏതാണ്ട് 8 പ്രാവശ്യം സർക്കാർ സേവനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു. അടിയന്തര സർവീസുകളെല്ലാം അതുപോലെ തന്നെ തുടരും. അതുപോലെ തന്നെ വ്യോമയാന മേഖലയിൽ ഫ്ലൈറ്റുകൾക്ക് താമസം ഉണ്ടാകും. ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ടൈമിൽ ഒരു സമാന സാഹചര്യത്തിലൂടെ കടന്നുപോയി. ആ അടച്ചുപൂട്ടലിൽ ഏതാണ്ട് 35 ദിവസം അടഞ്ഞു കിടക്കേണ്ടി വന്നപ്പോൾ $3 ബില്യൺ GDP-യിൽ നഷ്ടം സംഭവിച്ചത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഹൈദരാബാദിലെ മമ്മൂക്ക ലൊക്കേഷനിൽ നിന്ന് വാർത്ത ചെയ്യണേ എന്ന് വിജേഷ് പറയുന്നു. വിജേഷ്, നമ്മുടെ വാർത്താ സംഘം അങ്ങോട്ട് പോട്ടെ, കുഴപ്പമില്ല, അവരവിടെ ചെന്ന് വാർത്തയൊക്കെ ചെയ്യട്ടെ. കാര്യം മമ്മൂക്ക വളരെ ആരോഗ്യവാനാണ്, അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. ഒരു മടങ്ങി വരവിലും അദ്ദേഹം ആവേശത്തിലാണ്. സുർജിത്ത് അയ്യപ്പത്ത് നേരത്തെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, ഒരാളെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റുവെന്ന്. എന്നാൽ ആ 52-കാരൻ ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. റാഗുഡ് എസ്റ്റേറ്റ് സ്വദേശിയായ രാജേഷാണ് മരിച്ചത്. ഭാര്യയ്ക്കൊപ്പം നെല്ലാക്കോട്ട ജംഗ്ഷനിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആന വന്നതിനെ തുടർന്ന് ഇദ്ദേഹം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി. കാട്ടാന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുവെന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ ഹൃദയവുമായി പൊതുജീവിതത്തിലേക്ക് കടന്നു അജിനും ആവണിയും. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു ഇരുവരുടെയും ശസ്ത്രക്രിയ. ഇരുവരും ആരോഗ്യത്തോടെ ആശുപത്രി വിട്ടു. ആ സന്തോഷ നിമിഷത്തിലേക്ക്. അങ്കമാലി നായത്തോട് സ്വദേശി അജിൻ ഇലിയാസും കൊല്ലം കരുകോൺ സ്വദേശി ആവണി കൃഷ്ണയുമാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായത്. കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയമാണ് അജിനിൽ മിടിക്കുന്നത്. എനിക്ക് ഹാർട്ട് തന്ന ഐസക് ജോൺ, ആളുടെ കുടുംബത്തിന് നന്ദി പറയുന്നു. കാരണം അവരുടെ ഒരു ഹൃദയം ദാനം ചെയ്തതിന്റെ ഇതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത്. അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ഇനി ജീവിതത്തിലേക്ക് മടങ്ങിവരില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ കുടുംബം അവയവദാനത്തിന് സമ്മതിക്കുകയായിരുന്നു. അവയവം ദാനം ചെയ്യുന്നതിന്റെയും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെയും അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിൻ്റെയും പിന്നെ എല്ലാം സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് അവയവദാനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ ആളുകൾ മുന്നോട്ട് വരത്തുള്ളൂ. അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് ആവണിയിൽ സ്പന്ദിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു.
എനിക്കിത് തന്ന ഹാർട്ട് തന്ന ആ ചേട്ടനും ആ കുടുംബങ്ങൾക്ക് നന്ദി പറയുന്നു, ഡോക്ടർമാർക്ക് നന്ദി പറയുന്നു. വാഹനാപകടത്തിലുണ്ടായ ഗുരുതര പരിക്കിനെ തുടർന്ന് ബിൽജിത്തിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. 24 കൊച്ചി. മാധ്യമപ്രവർത്തകൻ ഷംനാദ് പുതുശ്ശേരിയുടെ സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് ആലപ്പുഴയിൽ നടന്നു. കേരള വിഷൻ പബ്ലിക്കേഷൻ്റെ ആദ്യ പുസ്തകമാണ് ഇത്. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചിത്രവർമ്മ ദലിമ ജോജോ MLAക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. നടിയും എഴുത്തുകാരിയുമായ ഗായത്രി അരുൺ മുഖ്യാതിഥിയായിരുന്നു. ഞാനും ഈ പുസ്തകത്തിൽ ഒരു അപകടം ചെയ്തിട്ടുണ്ട്. ഞാനാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. എന്തായാലും ഈ പുസ്തകം മാർക്കറ്റിൽ വലിയ ഒരു വിൽക്കുന്ന സാധനമാക്കി മാറട്ടെ. ആ പുസ്തകത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. പാരായണ യോഗ്യമാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വിൽക്കപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതോടെ നമുക്ക് ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.